ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഹായ്, ബ്ലോഗറിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പല സുഹൃത്തുക്കളും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ബ്ലോഗറിൽ എങ്ങനെ മനോഹരമായ രീതിയിൽ നമുക്ക് ടെംപ്ലേറ്റ്സുകൾ ആഡ് ചെയ്യാമെന്ന്, എവിടുന്നാണ് ഇത് കിട്ടുക, എങ്ങനെയാണ് ഇത് അപ്ലോഡ് ചെയ്യുക എന്നൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് യൂട്യൂബ് കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. നിങ്ങളുടെ ബ്ലോഗർ ഉണ്ടാക്കിയ വ്യക്തിയാണെങ്കിൽ മാത്രമാണ് ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. അതായത് നിങ്ങൾ ബ്ലോഗർ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലോഗറിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ആകും ഇത്. അപ്പോൾ വെബ്സൈറ്റിൻ്റെ പേര് ഗ്യാബി ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ താഴെ പതിവ് പോലെ വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് മേലെയായിട്ട് ബൈ സ്റ്റൈൽ, ബൈ ഫീച്ചർ, ബൈ ടോപ്പിക്, ബൈ കോളം, ബൈ സ്ലൈഡ് ബാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓപ്ഷൻസ് കാണാം. നിങ്ങളുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലോഗർ എന്ത് തരത്തിലുള്ള വെബ്സൈറ്റ് ആണ് എന്ന് നിങ്ങൾ ആദ്യം ഉറപ്പ് വരുത്തുക. ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് ഒരു പേഴ്സണൽ വെബ്സൈറ്റ് ആണ്. അപ്പോൾ പേഴ്സണൽ വെബ്സൈറ്റ് എടുക്കാനായിട്ട് നമ്മൾ ബൈ ടോപ്പിക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്പം അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണൽ പേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ പേഴ്സണലായിട്ടുള്ള ഒരു പേജാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക് പരമായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ടെക് പരമായിട്ടുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഏതായാലും പേഴ്സണൽ പേജ് സെലക്ട് ചെയ്യുകയാണ്. പേജ് സെലക്ട് ചെയ്തതിന് ശേഷം അല്പം അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പല മോഡലിലുള്ള ടെംപ്ലേറ്റ്സുകൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ തിരഞ്ഞു നോക്കുക. ഇപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഈ കാണുന്നതൊന്ന് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ലൈവ് പ്രിവ്യൂ കാണണമെങ്കിൽ അല്പം സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലൈവ് പ്രിവ്യൂ എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിൻ്റെ ഒരു ലൈവ് പ്രിവ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളിത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൊക്കെ വെച്ചിട്ട് ഇതുപോലെ വളരെ മനോഹരമായ രീതിയിൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. അല്പം അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ അപ്പോൾ ക്ലോസ് ചെയ്യുകയാണ്. ശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ ഗ്രീൻ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സിപ്പ് ഫയൽ ഇവിടെ അവൈലബിൾ ആണ്. ഈ സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫയലാണ് ലഭിക്കുന്നത്. XML ഫയലാണ് ലഭിക്കുക. ആ ഫയൽ അവിടെ സ്റ്റോർ ചെയ്യുക. ശേഷം നിങ്ങൾ നിങ്ങളുടെ ബ്ലോഗറിലേക്ക് തിരിച്ച് വരിക. ഞാനിപ്പോൾ എൻ്റെ ബ്ലോഗർ ഇവിടെ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ തീം എന്ന ഭാഗത്തേക്ക് സെലക്ട് ചെയ്യുക. തീം സെലക്ട് ചെയ്തതിന് ശേഷം ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ ആ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയൽ ഓപ്പൺ ചെയ്യുക. ശേഷം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിൻ്റെ എന്തെങ്കിലും മുകളിൽ അബൌട്ട് സർവീസ് അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. എങ്ങനെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് കസ്റ്റമായിട്ട് നമ്മുടെ സ്വന്തം റിസ്കിൽ എങ്ങനെ നമ്മുടെ വെബ്സൈറ്റുകൾ നമ്മുടെ ഇഷ്ടപ്രകാരം മോഡൽ മാറ്റിയെടുക്കാമെന്നൊക്കെ ഞാൻ ഇതിന് മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്തവർ ഇതിന് മുമ്പുള്ള വീഡിയോകളൊക്കെ പോയി കാണുക. അപ്പോൾ അതിൽ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ സ്വയം ഇഷ്ടപ്രകാരം എങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നൊക്കെ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വിലയേറിയ ആ കമൻറ്റ് രേഖപ്പെടുത്താം. ടെക്നോളജി നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ഹെൽപ്ഫുൾ ആകുന്നു, ടെക്നോളജി കൊണ്ട് എന്തെല്ലാം ഉപയോഗങ്ങളാണ് നിങ്ങൾക്കുള്ളത് എന്ന സംബന്ധമായിട്ടുള്ള വീഡിയോകളൊക്കെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. പുതിയ ഒരു വീഡിയോ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.